കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അതെ, നിങ്ങളെ സ്നേഹിക്കുന്നു. വ്യക്തിപരമായി മകനെ നിന്നെ യേശു സ്നേഹിക്കുന്നു. മകളെ, നിന്നെ യേശുവിനെ അറിയാം. നിൻ്റെ വേദന അറിയാം. നീ കടന്നു പോകുന്ന ചില സങ്കടങ്ങളുടെയും നിരാശയുടെയും കാര്യങ്ങൾ കർത്താവിന് അറിയാമെന്ന് മാത്രമല്ല, കർത്താവിന് പരിഹാരം തരാൻ കഴിയും. നാം അത് വിശ്വസിക്കണം. യേശുക്രിസ്തുവിന് എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയും. നാം അത് വിശ്വസിക്കണം. കാരണം ആ വിശ്വാസമാണ് ദൈവപ്രവൃത്തിയെ നമ്മിൽ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഒരുപക്ഷെ നിരാശയുടെ അനുഭവത്തിലൂടെ ആയിരിക്കും പോകുന്നത്. വലിയ കടബാധ്യത, വലിയ രോഗങ്ങൾ, വലിയ ഞെരുക്കങ്ങൾ, വലിയ പ്രതിസന്ധികൾ, ഊരാക്കുടുക്കുകൾ, ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് മനുഷ്യരെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനേകർ ഞങ്ങളെ വിളിക്കാറുണ്ട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ്. അനേക കോളുകൾ കിട്ടാറുണ്ട്. എത്രയെത്ര ദുഃഖം നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന വലിയൊരു കൂട്ടം ജനം. എന്നാൽ ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കൂ, യേശുവിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി പറയണം, എൻ്റെ പ്രശ്നം മാറും. എൻ്റെ പ്രശ്നമേ, നീ എന്നെ തോൽപ്പിക്കുകയില്ല, നിന്നെ യേശു തോൽപ്പിക്കുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ രോഗത്തോട് നോക്കി പറയണം, രോഗമേ, നീ എന്നെ ജയിക്കുകയില്ല, യേശു നിന്നെ ജയിക്കും. നീ എന്നെ തോൽപ്പിക്കുകയില്ല, യേശു എനിക്ക് ജയം തരും. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നാം പ്രാർത്ഥനയോടെ യേശുവിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ നോക്കി നിരാശപ്പെടാതെ ക്രിസ്തുവിലേക്ക് നോക്കി ജയം പ്രഖ്യാപിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സദൃശവാക്യത്തിലുണ്ട്, നാവിൻ്റെ അധികാരത്തിൽ ജീവനും മരണവും ഇരിക്കുന്നുവെന്ന്. നാം നമ്മുടെ നാവ് കൊണ്ട് നിരാശകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിരാശയിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടുപോകും. എന്നാൽ പ്രത്യാശയുടെ വാക്കുകൾ, പോസിറ്റീവ് കാര്യങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് നാം പറഞ്ഞാൽ ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിൻ്റെ സ്തോത്രം. അത് വെറുതെ ഒരു ചടങ്ങായിട്ടല്ല, വിശ്വാസത്തോടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്നും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. യേശുക്രിസ്തു തരുന്ന സന്തോഷം നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ ആർക്കും കഴിയില്ല. ഒരു വ്യക്തിക്കോ ഒരു സംവിധാനത്തിനോ ഒരു ശക്തിക്കോ കഴിയുകയില്ല. ഇത് കർത്താവ് പറഞ്ഞതാണ്. അതെ, യേശു തരുന്ന സന്തോഷമാണ് നിത്യമായ സന്തോഷം. ഈ ഭൂമിയിൽ ചില സന്തോഷങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇല്ലേ? അതെല്ലാം താൽക്കാലികമായ സന്തോഷങ്ങൾ, നൈമിഷികമായ സന്തോഷങ്ങൾ, നിലനിൽക്കാത്ത സന്തോഷങ്ങൾ. ഈ ഭൂമിയിൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാറിയാൽ സന്തോഷം കിട്ടുമെന്നാണ് നമ്മിൽ പലരുടെയും ചിന്ത. പ്രിയപ്പെട്ടവരെ, ഒരല്പം കിട്ടും, ഇല്ലേ? മദ്യപിച്ചാൽ സന്തോഷം കിട്ടുമെന്ന് ചിലർ ചിന്തിക്കുന്നു. ഏതാനും സമയത്തെ ഒരു സന്തോഷം. സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ കൂട്ടുകൂടിയാൽ, മദ്യപിച്ചാൽ, മയക്കുമരുന്ന് അതിനടിമയായാൽ കുറച്ച് സന്തോഷമൊക്കെ കിട്ടുമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ അല്പനേരം കഴിയുമ്പോൾ അതിലേറെ ദുഃഖം, അതിലേറെ നിരാശ, അതിലേറെ ഏകാന്തതാ ചിന്ത. ഇതൊന്നും ശാശ്വതമല്ല. എന്നാൽ യേശുക്രിസ്തു തരുന്ന സന്തോഷം അത് നമ്മിൽ നിറയും. അത് വളരുന്ന സന്തോഷമാണ്, വളരുന്ന സന്തോഷം. കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. യേശു തരുന്ന സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേകത, ആ സന്തോഷം എടുത്തു കളവാൻ ആർക്കും കഴിയില്ല. അത് ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ട സന്തോഷമാണ്. നിക്ഷേപിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു നിക്ഷേപിക്കുന്ന സന്തോഷം ഈ ലോകത്തിനൊന്നിനും എടുത്തു കളയാൻ കഴിയില്ല, കളയാൻ നാം അനുവദിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം ദുഃഖം നിറഞ്ഞതാണ്. നിരാശാകരമായ ചില സാഹചര്യങ്ങളിലും നാം കടന്നു പോകേണ്ടി വരാം. ചില ഒറ്റപ്പെടുത്തലുകളിലൂടെ, ചില കുറ്റപ്പെടുത്തലുകളിലൂടെ, ചില ദുഃഖ അനുഭവങ്ങളിലൂടെ, ചില രോഗത്തിൻ്റെ സങ്കടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായി വരാം, നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലൂടെ നാം പോകുമ്പോൾ നമ്മിലുള്ള സന്തോഷം എടുത്തു കളവാൻ ഇടവരരുത്.
നാം അത് സൂക്ഷിക്കണം. കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു നിധിയാണ് ഈ സന്തോഷം. നിങ്ങൾ ചിന്തിക്കൂ പ്രിയരെ, നിങ്ങളുടെ കൈവശം 1 കോടി രൂപ ഒരു ബ്രീഫ് കേസിലാക്കി നിങ്ങളുടെ കയ്യിൽ തന്നാൽ നമ്മൾ എത്ര സൂക്ഷിക്കും? അത് അലസമായി എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയില്ല. ഒരു ബസ്സിൽ കയറിയാൽ ബസ്സിൽ എവിടെയെങ്കിലും വയ്ക്കുകയില്ല. നാം വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ കയ്യിൽ അത് വളരെ ഗൗരവത്തോടെ പിടിക്കും. കാരണം അത് മൂല്യമുള്ളതാണ്. ഇതിലും എത്രയോ മൂല്യമുള്ളതാണ് കർത്താവ് നമ്മുടെ മേൽ പകരുന്ന സന്തോഷം. അത് എടുത്തു കളയാൻ നാം അനുവദിക്കരുത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പുറമേ നമ്മെ പീഡിപ്പിക്കാം, ഇല്ലേ? ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരുണ്ട്, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരുണ്ട്, സുവിശേഷം പറയുന്നതിനെ വിലക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, ജയിലിൽ പിടിച്ചിടുന്നു, തടവറയിലാക്കുന്നു, അവരുടെ മേൽ ഇല്ലാത്ത കുറ്റം ചുമത്തുന്നു, ഇല്ലാത്ത വകുപ്പുകൾ, ജാമ്യമില്ലാത്ത വലിയ വകുപ്പുകൾ അവരുടെ മേൽ ചുമത്തുന്നു. പക്ഷേ ഇതെല്ലാം പുറമെയാണ്. അവരുടെ ഉള്ളിലുള്ള സന്തോഷം കളയാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിച്ചാർഡ് ഉംബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനെ കുറിച്ച്? അദ്ദേഹം സുവിശേഷം പറഞ്ഞു എന്ന കാരണങ്ങളാൽ, സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കാരണങ്ങളാൽ അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടു. ഞാൻ വായിച്ചത്, അദ്ദേഹത്തെ നഗ്നനാക്കി നിർത്തിയിട്ട് നാളുകളായി വിശന്നു വലഞ്ഞു കഴിയുന്ന എലികളെ അദ്ദേഹത്തിൻ്റെ ആ സെല്ലിലേക്ക്, അങ്ങ് തിരിയാൻ പോലും ഒന്ന് കഴിയാൻ പറ്റാത്ത ഇടുങ്ങിയ സെല്ലിലേക്ക് എലികളെ കടത്തി വിട്ടുവെന്നും വിശന്നു വലഞ്ഞ എലികൾ അദ്ദേഹത്തിൻ്റെ ശരീരം കടിച്ച് അവിടെ ഇവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ എലി കാർന്നു തിന്നു എന്നെല്ലാം ഞാൻ വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, അത് നേരിൽ കണ്ട ചില ദൈവദാസന്മാർ പറഞ്ഞത് ഞാൻ കേട്ടു. പിന്നീട് ജയിൽ മോചിതനായി അദ്ദേഹം വീണ്ടും ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴെല്ലാം നേരിട്ട് അദ്ദേഹത്തെ കണ്ടവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. പീഡയേറ്റു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സന്തോഷം നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ജയിലില്ല, സെല്ലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അതുവരെ പഠിച്ചതായ ദൈവത്തിൻ്റെ വചനം അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ആ പറഞ്ഞു കേട്ട ദൈവവചനം ആ ജയിലിൽ മറ്റ് സെല്ലുകളിൽ കിടന്ന കുറ്റവാളികൾ പലരും അത് കേൾക്കാൻ ഇടയാകുകയും അവർ പലരും മാനസാന്തരപ്പെടാൻ ഇടയാകുകയും ചെയ്തെന്ന് ഞാൻ വായിക്കുകയുണ്ടായി. ക്രിസ്തു തരുന്ന സന്തോഷം അതാണ്. ക്രിസ്തു തരുന്ന സന്തോഷം ആർക്കും എടുത്താൽ കളയാൻ കഴിയുകയില്ല. മകനെ, എന്നൊരു സാഹചര്യം ഒരുപക്ഷെ ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യമാണെങ്കിലും നീ അതിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ഹൃദയത്തിൽ പകർന്ന സന്തോഷം അത് കെടുത്തു കളയാൻ ഈ സാഹചര്യങ്ങൾക്ക് കഴിയുകയില്ല, അഥവാ കഴിയരുത്. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ധൈര്യത്തോട് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ നിമിത്തം സുവിശേഷം പറഞ്ഞതുകൊണ്ട് പുറമേ നിന്ന് ആക്രമണങ്ങൾ, മാനസികമായ ആക്രമണങ്ങൾ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അറുക്കാൻ കെട്ടിയിരിക്കുന്ന ആടുകളെപ്പോലെ ഇത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ ആക്രമിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലൻ വീണ്ടും ആഴത്തിലുള്ള സമർപ്പണം പറയുകയാണ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ക്രിസ്തു കൊടുത്ത സന്തോഷം അത് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന്. വാസ്തവമായി യേശു തരുന്ന സന്തോഷം അനുഭവിച്ച ഒരു ദൈവത്തിന് അറിയാം ആ സന്തോഷത്തിൻ്റെ ആഴമെന്തെന്ന്. ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ഏതവസ്ഥയിലൂടെ പോകുമ്പോഴും ഒരു വലിയ സന്തോഷം, ഒരു വലിയ ആനന്ദം. മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഉള്ളിൽ ആനന്ദം, ഉള്ളിൽ സന്തോഷം. കാരണം യേശു എന്നെ സ്നേഹിക്കുന്നല്ലോ, യേശു എന്നെ കണ്ടല്ലോ, യേശു എന്നെ തിരഞ്ഞെടുത്തല്ലോ, എന്നെ പേർ ചൊല്ലി വിളിച്ചല്ലോ, എന്നെ അവൻ്റെ സാക്ഷിയാക്കിയല്ലോ, എൻ്റെ കർത്താവിൻ്റെ വേലയിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്തല്ലോ. ഇങ്ങനെയുള്ളതായ ദൈവിക നന്മകൾ ഓർക്കുമ്പോൾ ഈ സന്തോഷം ഉള്ളിൽ കൂടിക്കൂടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പ്രിയമക്കളെ, നിങ്ങൾ ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരും, നിങ്ങൾക്ക് പീഡകൾ വരും, നിങ്ങളെ ന്യായാസനത്തിൽ കൊണ്ടുപോകും, പക്ഷേ നിങ്ങളെ ജയിൽ അറകളിലിടും,
നിങ്ങളെ കാരാഗൃഹത്തിലിട്ട് പൂട്ടും, നിങ്ങളെ ആമത്തിലിട്ട് പൂട്ടും, എൻ്റെ നിമിത്തം നിങ്ങളെ പീഡിപ്പിക്കും, പക്ഷേ നിങ്ങളിലുള്ള സന്തോഷം എടുത്തു കളയാൻ അവർക്ക് കഴിയില്ല എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് കർത്താവ് അവരുടെ മേൽ പകർന്നത്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ചില ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, ചില ഏകാന്തതയിലൂടെ, ചില ഒറ്റപ്പെടുത്തലുകളിലൂടെ, കുടുംബത്തിലുള്ള വേറെ ആരും ഈ രക്ഷയിലേക്ക് വന്നിട്ടില്ല, എല്ലാവരും എതിർക്കുന്നു, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്നും, സ്വന്തം പ്രിയപ്പെട്ടവരിൽ നിന്നും, സ്വന്തം സഹോദരങ്ങളിൽ നിന്നും, സ്വന്തം ഭർത്താവിൽ നിന്നും, ഭാര്യയിൽ നിന്നും, മക്കളിൽ നിന്നും എല്ലാം പീഡയേറ്റ് കഴിയുന്നവരാരെങ്കിലും ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ, മക്കളെ, നിങ്ങളുടെ സന്തോഷം എടുത്തു കളയുവാൻ കഴിയില്ലെന്ന് കർത്താവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ. നാം അതിൽ ഉറച്ചു നിൽക്കണം. ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകം ദൈവമക്കളുണ്ട്. നിങ്ങൾ ഉറയ്ക്കൂ. ഈ ഭൂമിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളിൽ കർത്താവ് നിക്ഷേപിച്ച സ്വർഗീയ സന്തോഷം അത് കവർന്നു കളയുവാൻ ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിന് സ്തോത്രം. യേശു അവരെ ഉറപ്പിക്കുകയായിരുന്നു. യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അന്ന് കൊടുത്ത വാഗ്ദത്തം പോലെ അവരുടെ ഉള്ളിലേക്ക് സന്തോഷം നിറയുകയായിരുന്നു. വലിയ പീഡനങ്ങളും, വലിയ പ്രതിസന്ധികളും, എതിർപ്പുകളും, ഒറ്റപ്പെടുത്തലുകളും, വലിയ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ എല്ലാവർക്കും നിൽക്കേണ്ടി വന്നുവെങ്കിലും അവരിലുള്ള സന്തോഷം പോയില്ല. പത്രോസിനെയും കൂടെയുള്ളവരെയും പിടിച്ചു, അവരെ അടിച്ചു, ഒരു കുറ്റവും ചെയ്യാത്തതിന് അടിച്ചു. അവർ ന്യായാസനത്തിൽ നിന്ന് പോകുമ്പോൾ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണുകയാൽ ശിഷ്യന്മാർ സന്തോഷിച്ചുവെന്ന് തിരുവചനത്തിലുണ്ട്. തിരുനാമത്തിന് വേണ്ടി അപമാനം ഏൽപ്പാൻ യോഗ്യരായി എണ്ണിയെന്ന്. എന്തൊരു വലിയ കാഴ്ചപ്പാടാണത്. ഹല്ലേലൂയ. ശരീരത്തിൽ അടിയേൽക്കുമ്പോൾ അവർക്ക് ദുഃഖം വരുന്നില്ല. കാരണം സന്തോഷം യേശുവിന് വേണ്ടിയല്ലേ, യേശുവിൻ്റെ നാമത്തിന് വേണ്ടിയല്ലേ, യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയല്ലേ ഞാൻ ഈ ദുഃഖം ഏൽക്കുന്നത്. അതിൽ സന്തോഷിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം അത് ഈ ലോകത്തിൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല. പീഡയേൽക്കുമ്പോഴും സന്തോഷം പെരുകി വരുന്ന അനുഭവം, ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളോട് പോകുമ്പോഴും സന്തോഷം വളരുന്ന അനുഭവം, ഹൃദയത്തിൽ സന്തോഷം നിറയുന്ന അനുഭവം, അത് കർത്താവ് ഒരു വാഗ്ദത്തം പോലെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയായിരുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? ഞാൻ പിന്നെയും നിങ്ങളെ കാണും, ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. നിങ്ങൾ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും, നിങ്ങൾ രോഗികളാകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ ഞാൻ വരും. അതാണ് സന്തോഷത്തിന് കാരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുരിതത്തിലൂടെ, വേദനയിലൂടെ, സങ്കടത്തിലൂടെ, രോഗങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, എതിർപ്പിൻ്റെ മധ്യത്തിൽ, ഒറ്റപ്പെടുത്തലിൻ്റെ മധ്യത്തിൽ കടന്നു പോകുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ വാസ്തവമായി യേശുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ യേശു വരും, നിങ്ങളുടെ കൊച്ചു വീട്ടിൽ യേശു വരും, നിങ്ങളുടെ ദുരിതത്തിൽ യേശു ഇറങ്ങി വരും, നിങ്ങളിലേക്ക് സന്തോഷം അവൻ നിറച്ചു തരും. കാലിൽ കൂടെ ഇരിക്കുന്നൊരു യേശു, നമ്മെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന യേശു. യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിനെ അനുഭവിക്കണമോ? യേശുവിൻ്റെ സന്തോഷത്താൽ നിറയപ്പെടണമോ? എങ്കിൽ ഒന്ന് ചെയ്യൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ കൊടുക്കുക. ഇപ്പോഴുള്ള പ്രതിസന്ധികൾ മാറിയിട്ടല്ല, ആ പ്രതിസന്ധികളോടുകൂടെ കൊടുക്കുക, ആ സങ്കടങ്ങളോടുകൂടെ കൊടുക്കുക, ആ വേദനകളോടുകൂടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ആയിരിക്കുന്ന പോലെ സമർപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് കർത്താവ് സന്തോഷം തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ സമർപ്പണം എടുക്കൂ. യേശുവേ, ഞാൻ അങ്ങേക്കായി ജീവിക്കും, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു, എൻ്റെ ഭാവി അങ്ങേക്ക് തരുന്നു. ഞാൻ ഈ ദുഃഖത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ യേശുവിനായി എൻ്റെ ജീവിതം വേർതിരിക്കുന്നു, എന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജീവിതം വേർതിരിക്കുന്ന ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥ, അവരോട് കൂടെ ഇരിക്കണം. അവരുടെ ദുഃഖത്തിൽ അവിടുന്ന് ആശ്വാസമായി, സന്തോഷമായി, ആശ്വസിപ്പിക്കുന്നവനായി അവിടുന്ന് കൂടെ ഇരിക്കണം. കർത്താവെ, അവരൊറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ടെന്നുള്ള അനുഭവം കൊടുത്ത് കർത്താവ് ഈ ദൈവമക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദുഃഖം സന്തോഷമായി തീരട്ടെ, വിലാപം നൃത്തമായി തീരട്ടെ, കണ്ണുനീര് മാറി ആനന്ദം വരുവാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ ഈ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ,
ആമേൻ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഞങ്ങളുമായി ഷെയർ ചെയ്യേണ്ട ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ കൂടെ ദൈവമക്കളോട് അറിയിക്കുന്നൊരു കാര്യം, നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ. യേശു നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു യേശു ഉണ്ടെന്നുള്ള ആ വലിയ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാനിടയാകും. തീർച്ചയായും നിങ്ങളത് ശീലിക്കൂ. എങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. സ്തോത്രം.